ഹലോ, എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇജാതി വൈബ് ക്രിസ്മസ് കരോൾ ടീമിനെ? ഞാൻ എന്തായാലും ആദ്യമായിട്ട് കണ്ടിട്ട് ഇങ്ങനത്തെ ഇത്രയും വൈബുള്ളൊരു ടീമിനെ കണ്ടു കിട്ടിയത്. ഞങ്ങളുടെ വീട്ടിലൊക്കെ എല്ലാ വർഷവും വരാറുണ്ടെങ്കിലും ഇത്രയും ഓളത്തിലുള്ളൊരു ക്രിസ്മസ് സന്ധ്യയും ടീമും ഇതാദ്യമായിട്ടാണ്. എൻ്റെ മോൻ കഴിഞ്ഞ വട്ടം വന്നപ്പോൾ കിടന്ന് ഉറങ്ങിപ്പോയി. അതുകൊണ്ട് അവനത് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവന് ക്രിസ്മസ് കരോൾ എന്താണെന്നുള്ളത് അവൻ മറന്നുപോയി. അപ്പോൾ എന്നോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അമ്മേ എപ്പോഴാണ് വരിക, എങ്ങനെയാണ്, അതെന്താ കരോൾ എന്നൊക്കെ. അപ്പോൾ ഞാൻ കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്ത് എനിക്ക് കാണാമല്ലോ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യിപ്പിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ കിടക്കുന്നതിന് മുമ്പ് തന്നെ കരോൾ എത്തിയിട്ടുണ്ടായിരുന്നു. ഈ നൈറ്റ് ഇട്ട് വന്ന ക്രിസ്മസ് അപ്പൂപ്പൻ്റെ മാസ്മരിക പ്രകടനം കണ്ടവൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിമാമ ഞെട്ടിമാമ ആ അവസ്ഥയായിരുന്നു. പിന്നെ ക്രിസ്മസ് അപ്പൂപ്പൻ മിഠായി കൊടുക്കാൻ വിളിച്ചിട്ടൊന്നും അവൻ ചെല്ലുന്നുണ്ടായിരുന്നില്ല. പിന്നെ കുറേ തവണ വിളിച്ചപ്പോഴാണ് ചെന്നത്. എന്തായാലും കൊള്ളായിരുന്നു, നല്ലൊരു ടീം തന്നെയായിരുന്നു, നല്ല വൈബായിരുന്നു ഇവർ വന്നിട്ടുണ്ടായാലും. കുറച്ച് സമയത്തേക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് തന്നെയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ എന്തായാലും പ്ലം കേക്കല്ലേ ക്രിസ്മസിൻ്റെ സ്പെഷ്യൽ, അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തു കഴിച്ചു. നല്ല അടിപൊളി കേക്കായിരുന്നു കേട്ടോ തവണ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റായിരുന്നു. സാധാരണ എനിക്ക് പ്ലം കേക്കിനോട് അത്ര താല്പര്യമില്ല, പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ രാത്രിയിലത്തേക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് കാടമുട്ട തട്ടുകട സ്റ്റൈലൊന്ന് റോസ്റ്റ് ചെയ്തു. മുട്ട കഴിക്കാൻ നല്ല മടിയന്മാരാണ് എൻ്റെ വീട്ടിലുള്ളവർ. അപ്പോൾ അങ്ങനെയെങ്കിലും ഒന്ന് കഴിക്കട്ടെ എന്ന് വിചാരിച്ച് ചെയ്തതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ ക്രിസ്മസ് വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.